പ്രിയപ്പെട്ടവരെ, ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് ആണ്ടുവട്ടത്തിലെ 34-ാം ഞായർ, നമ്മുടെ ആരാധനാ വത്സരത്തിലെ അവസാനത്തെ ഞായർ. ഈ ഞായറിൽ നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുരാജൻ്റെ തിരുനാൾ വിളംബരം ചെയ്തത് പിയൂസ് 11-ാമൻ പാപ്പയാണ്. 1925 ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ ആ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, നേതൃത്വത്തിന് വേണ്ടി, രാജാവാകാൻ വേണ്ടി അനേകർ ഇച്ഛിക്കുക, വടംവലി നടക്കുക. ഇറ്റലിയിൽ മുസോളിനി, ജർമ്മനിയിൽ ഹിറ്റ്ലർ, ഇങ്ങനെ ഓരോരുത്തരും സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കുവാൻ പരിശ്രമിക്കുക. തകർന്നു പോകുന്ന സാമ്രാജ്യങ്ങളാണ്. ആ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, കർത്താവിനെ തള്ളിപ്പറയുക, കർത്താവിനെ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവിൻ്റെ സ്ഥാനം അവരെ കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ദൈവത്തെയും ക്രിസ്തുവിനെയും മാറ്റിവെച്ച് പ്രിയപ്പെട്ടവരെ, ആര് ഭരണം നടത്താൻ തുടങ്ങുന്നുവോ അത് തകർന്നു പോകും. ചരിത്രമാണ് അതിൻ്റെ തെളിവ്. അങ്ങനെ മനുഷ്യർ ദൈവത്തെ മാറ്റിവെക്കാനും ക്രിസ്തുവിനെ മറുക്കുവാനും തുടങ്ങിയപ്പോൾ അതിന് ബദലായി യാഥാർത്ഥ്യം വെളിവാക്കിക്കൊണ്ട് 11-ാം പിയൂസ് പാപ്പ ക്രിസ്തുരാജൻ്റെ തിരുനാൾ വിളംബരം ചെയ്തു. ക്രിസ്തുവാണ് യഥാർത്ഥ രാജാവ്. അവിടുന്ന് ഭരണം നടത്തുമ്പോഴാണ് ദൈവരാജ്യം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ ഐശ്വര്യം. നേരെ മറിച്ച് ക്രിസ്തുവിനെ മാറ്റിവെക്കുമ്പോഴോ മറ്റെല്ലാം വന്ന് ക്രിസ്തുവിൻ്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കും. അവയെല്ലാമാണ് വിഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഇന്ന് നാം കൊണ്ടാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും എല്ലാ വിഗ്രഹങ്ങളെയും നമുക്ക് എടുത്തു മാറ്റാം. കർത്താവിന് വേണ്ടി നമുക്ക് ഇടം ഒരുക്കാം. കർത്താവ് കടന്നു വരട്ടെ, അവിടുന്ന് ഭരണം നടത്തട്ടെ. ഈശോ ഗർഭം ധരിക്കപ്പെട്ടപ്പോൾ മാലാഖ മാതാവിനോട് പറഞ്ഞു, അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാഴും. ആ ദാവീദിനെ അഭിഷേകം ചെയ്ത അനുഭവമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്ന അർത്ഥം. ദാവീദ് രാജാവ് 3 പ്രാവശ്യം അഭിഷേകം ചെയ്യപ്പെട്ടവനാ. ചെറുപ്പത്തിൽ സമൂവേൽ അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞ് ദാവീദിൻ്റെ ഗോത്രം ബെഞ്ചമിൻ ഗോത്രത്തോട് ചേർന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴോ സാവൂള് ഒരു വിധത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ, സാവൂളിനെ ദൈവം പരിത്യജിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് തങ്ങളുടെ രാജാവായി ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും ചേർന്ന് ദാവീദിനെ അഭിഷേകം ചെയ്തു. ആ സംഭവമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവാണ്, കർത്താവിൻ്റെ കൃപയുടെ നിറവാണ്, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവാണ്, കർത്താവിൻ്റെ ശക്തിയുടെ നിറവാണ്. അങ്ങനെ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ കടന്നു വന്നവനാണ് നമ്മുടെ ഈശോനാഥൻ. അവിടുന്ന് പ്രിയപ്പെട്ടവരെ ജനിക്കുമ്പോൾ 3 രാജാക്കന്മാർ വരുക. 3 രാജാക്കന്മാർ തേടുന്ന ആരെയാ? ഇസ്രയേലിൻ്റെ രാജാവായി ജനിച്ചവനെ. ഈശോനാഥൻ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പറ്റി കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം വന്ന് ഇവനെ നമുക്ക് രാജാവാക്കണമെന്ന് പറഞ്ഞ് വന്നു എന്നാണ് പറയുക. ഈശോനാഥൻ മരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ആ കുരിശിന് മുകളിൽ എഴുതി വെച്ചു, യേശു ക്രിസ്തു യൂതന്മാരുടെ രാജാവ്. വിസ്താര സമയത്ത് പീലാത്തോസ് കർത്താവിനോട് ചോദിച്ചല്ലോ, നീ രാജാവാണോ? കർത്താവ് പറഞ്ഞു, രാജാവ് തന്നെ. നീ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ,
എന്നാൽ എൻ്റെ രാജ്യം ഭൗമികമല്ല. ഈ ലോകത്തിൻ്റെ അധികാരം പോലെയല്ല ഈശോയുടെ അധികാരം. ഈ ലോകത്തിലെ രാജ്യത്വം പോലെയല്ല ഈശോയുടെ രാജ്യത്വം. അവൻ്റെ സിംഹാസനം കുരിശാണ്. അവൻ്റെ കിരീടം മുൾക്കിരീടമാണ്. അവൻ്റെ ജീവിതശൈലിയോ അത് ശുശ്രൂഷയാ, ത്യാഗമാണ്. അവൻ്റെ നിയമം സ്നേഹമാണ്. ആ സ്നേഹത്തിന് വേണ്ടി, സ്നേഹം മൂലം തൻ്റെ പോലും ജീവൻ സമർപ്പിച്ചവനെ ഈശോ. ഈ ലോകത്തിലെ അധികാരികൾ, ഈ ലോകത്തിലെ രാജാക്കന്മാർ പ്രജകളെ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരാ. അവർ എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയാണ് അവരെ ഭരിക്കുക. നേരെ മറിച്ച് ഈശോയെ ഭരിച്ചതോ, ഞാൻ അവർക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടി ജീവൻ പോലും അർപ്പിക്കുന്ന ഈശോനാഥൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ അധികാരം മറ്റുള്ളവരുടെ മേലധികാരം ചെലുത്തുന്നു. എന്നാൽ ഈശോയോ മറ്റുള്ളവരെ തന്നെക്കാളും ശ്രേഷ്ഠരായി കരുതുകയും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാരുടെ പോലും പാദം കഴുകിയവനല്ലേ ഈശോനാഥൻ. അതാണ് ഈശോയുടെ പ്രവർത്തന രീതി. ത്യജിക്കുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തൻ്റെ കഴിവും തൻ്റെ സമയവും തൻ്റെ ജീവിതം മുഴുവനും തന്നെ, പ്രിയപ്പെട്ടവർ, സമ്പത്തുമെല്ലാം കർത്താവ് ആ ജനത്തിനു വേണ്ടി സമർപ്പിക്കുക. സ്നാപയോഹന്നാൻ ഈശോയെ നോക്കി പറഞ്ഞു, ഞാനോ ചെറുതാകണം, അവനോ വലിയവനാകണം. ഈശോയോ തൻ്റെ പ്രജകളെ നോക്കി എന്താ പറയുന്നത്? നിങ്ങൾ വലിയവരാകണം, ഞാനോ ചെറുതാകണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ നമ്മുടെ രാജാവായി സ്വീകരിച്ചാലേ നമ്മുടെ ജീവിതത്തിലെ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകും. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ എന്താ വായിച്ചു കേട്ടത്? രണ്ടാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് പൗലോസ് അപ്പോസ്തലൻ എഴുതുക കൊളോസിയിലെ സഭയ്ക്ക്. അവൻ എല്ലാത്തിൻ്റെയും മകുടമാണ്. അവൻ ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. അവൻ ദൈവം തന്നെയാണ്. സൃഷ്ടിയിലായാലും രക്ഷണീയകർമ്മത്തിലായാലും അവനാണ് കേന്ദ്രം. എല്ലാം അവനെ ചുറ്റിപ്പറ്റിയ, അവനെ ആധാരമാക്കിയ കർത്താവിൻ്റെ രാജ്യത്വമാണ് അവിടെ തെളിയുക. ഈശോയിലെ ദൈവീകതയാണ് അവിടുത്തെ രാജ്യത്വത്തിൻ്റെ അടിസ്ഥാനം. ഈശോയിലെ അഭിഷേകമാണ് അവിടുത്തെ രാജ്യത്വത്തിൻ്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സുവിശേഷത്തിൽ ഈശോ രാജാവായി വെളിപ്പെടുന്നത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. അവിടുത്തെ സിംഹാസനമാണ് കുരിശ്. അവിടുത്തെ കിരീടം മുൾമുടിയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഈശോയെ ഒരു വിധത്തിൽ കളിയാക്കാൻ വേണ്ടിയാണ് മുകളിൽ എഴുതി വെച്ചത് ഇവൻ യൂതന്മാരുടെ രാജാവെന്ന്. പക്ഷേ അത് കർത്താവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിളംബരമായി മാറി. ഈശോനാഥൻ കുരിശിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജാവായി വെളിപ്പെടുക. അതാണ് ഉത്ഥാനത്തിലൂടെ വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, മരണം ഈശോയുടെ ഉത്ഥാനത്തിലേക്ക് നയിച്ചു. ആ ഈശോയുടെ നിയമം സ്നേഹമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവ് തന്നെ ജീവനെ തന്നെ നമുക്കായി സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്താ? എൻ്റെ രാജാവ് ക്രിസ്തുവാണോ? ഞാൻ ആരെ ഏറ്റവും പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? അതാ എൻ്റെ രാജാവ്. ഞാൻ ആരിലാണ് ഏറ്റവും ആശ്രയിക്കുന്നത്? അതാണ് എൻ്റെ രാജാവ്. ആരെയാണ് ഞാൻ ഏറ്റവും മഹത്വപ്പെടുത്തുവാൻ ശ്രദ്ധ വയ്ക്കുന്നത്? അതാണ് എൻ്റെ രാജാവ്. എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ ചിന്തയുടെ, എൻ്റെ വാക്കിൻ്റെ, എൻ്റെ പ്രവൃത്തിയുടെ, എൻ്റെ ബന്ധങ്ങളുടെ രാജാവ് ക്രിസ്തുവാണോ? അവൻ്റെ ഇഷ്ടമാണോ എവിടെയും നിറവേറപ്പെടുന്നത്? അവൻ്റെ ചൈതന്യമാണോ എവിടെയും വെളിപ്പെടുന്നത്? ക്രിസ്തുവാണോ എൻ്റെ കുടുംബത്തിൻ്റെ രാജാവ്? ക്രിസ്തുവാണോ എൻ്റെ കൂട്ടായ്മകളുടെ രാജാവ്? ക്രിസ്തുവാണോ എൻ്റെ ലോകത്തിൻ്റെ രാജാവ്? നമ്മൾ ചോദിക്കണം പ്രിയപ്പെട്ടവരെ. ഈശോ നമ്മുടെ ജീവിതത്തിൽ രാജാവായി വാഴണമെങ്കിൽ നമ്മൾ അവനെ സ്വീകരിക്കണം. അതിനു മുമ്പ് അവന് വേണ്ടി നമ്മുടെ ഹൃദയത്തിലും എല്ലായിടത്തും നമ്മൾ
വഴിയൊരുക്കണം, വേദി ഒരുക്കണം, സ്ഥലമൊരുക്കണം. അതിനെന്ത് ചെയ്യണം? എല്ലാത്തരം വിഗ്രഹങ്ങളെയും നമ്മൾ വലിച്ചെറിയണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ലോകത്തിൽ നിന്ന്. ദൈവമല്ലാത്തതിനെ ദൈവത്തെപ്പോലെ, ദൈവമെന്ന രീതിയിൽ കണ്ട് ദൈവത്തോടെന്ന പോലെ അതിനോട് ഇടപെടുമ്പോഴാണ് നമ്മൾ വിഗ്രഹാരാധന നടത്തുക. ദൈവത്തിന് പകരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുക. ആ വിഗ്രഹങ്ങളെല്ലാം മാറ്റണം പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ നമ്മൾ കർത്താവിനെ സ്വീകരിക്കണം, എതിരേൽക്കണം. കർത്താവ് നമ്മുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നുണ്ട്. വാതിൽ തള്ളി തുറക്കത്തില്ല, അവിടുന്ന് തുറക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അവന് വേണ്ടി നമ്മുടെ ഹൃദയ കവാടം തുറന്ന് അവനെ നമുക്ക് സ്വീകരിക്കാം. ജീവിത കവാടം തുറന്ന് അവനെ സ്വീകരിക്കാം. കുടുംബത്തിൻ്റെ കവാടം തുറന്ന് അവനെ നമുക്ക് സ്വീകരിക്കാം. അവനുമായി നിരന്തര ബന്ധത്തിലാകാൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, വചന പഠനത്തിലൂടെ, ദിവ്യ കുർബാനയിലൂടെ, മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ, എളിയവരിൽ അവിടുത്തെ ദർശിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അവൻ കടന്നു വന്ന് ഭരണം നടത്തട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, എല്ലാ തരത്തിലും അവിടുന്ന് ഭരണം നടത്തട്ടെ. എവിടെയും അവൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ, ദൈവമേ നിൻ്റെ രാജ്യം വരയണമേ. അതെപ്പോഴാണ്? അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുമ്പോഴാണ്. ഭൂമിയിലായിരിക്കുന്ന നമ്മൾ അവൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ അവിടുത്തെ രാജ്യം കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ രണ്ട് കൂട്ടം ആൾക്കാരെ കാണുക. ഒരു കൂട്ടർ കർത്താവിനെ അധിക്ഷേപിക്കുക, അവിടുത്തെ അധികാരികൾ, പട്ടാളക്കാർ, അതേപോലെ ഇടതുവശത്ത് കിടന്ന ആ കള്ളൻ. എന്നാൽ വലതുവശത്ത് കിടന്ന കള്ളനോ പശ്ചാത്തപിക്കുക, അവൻ ഈശോയെ കാണുക. ഈശോയോട് പറയുക, പിതാ കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൽ ആയിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഈശോ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന് പറഞ്ഞാൽ നാളത്തെ ഒരു കാര്യമല്ല, ഇന്നത്തെ കാര്യമാണ്. ഇന്ന് ഇവിടെ തുടങ്ങുവാത് ദൈവരാജ്യ അനുഭവം ഇന്ന് ഇവിടെ തുടങ്ങണം. എന്നിട്ട് അതിൽ നമ്മൾ വളരണം. അപ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം നമുക്ക് യുഗാന്ത്യത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് കടന്നു വരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തട്ടെ. നമ്മൾ ഇലക്ഷനിലേക്ക് പോകുക. നമ്മുടെ ഈ ലോകത്തിലെ നേതാക്കന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ ഈശോയുടെ പ്രതിനിധികളാണോ എന്ന ശ്രദ്ധയോടെ അവരെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ അടിമപ്പെടുത്തുന്നവരെയല്ല, നമ്മളെ ഉപയോഗിക്കുന്നവരെയല്ല, പിന്നെയോ നമ്മളെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ, വിമോചിപ്പിക്കുന്നവരെ, ഐശ്വര്യത്തിൻ്റെ പാതയിലൂടെ വഴി നിർത്തുന്നവരെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ, അത് ഇലക്ഷൻ്റെ കാലത്താകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭരണം നടത്താൻ നമ്മൾ ആരെയെ അനുവദിക്കുന്നു നമ്മൾ ശ്രദ്ധയോടെ നോക്കുക. ഏത് നിമിഷത്തിൽ, എപ്പോഴും, എല്ലായിടത്തും കർത്താവ് നമ്മിൽ ഭരണം നടത്തട്ടെ. എങ്ങും അവൻ്റെ ഇഷ്ടം നിറവേറട്ടെ, അവൻ്റെ പദ്ധതി നിവർത്തിക്കപ്പെടട്ടെ, അവൻ്റെ മഹത്വം പ്രഘോഷിക്കപ്പെടട്ടെ. ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.